അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞു മണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുക്കാം. എൻ്റെ അപ്പു അച്ചുവൊക്കെ പറയുന്ന പോലെ കുഞ്ഞുമണിയും കുത്തിരിച്ചോര ഇവിടെ വായോന്ന്. അപ്പം നല്ല കുഞ്ഞു മണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുത്തു. നല്ല ആവി വറക്കണ ചോറാണ് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ നല്ല നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ. കണ്ടോ, ക്യാബേജും ക്യാരറ്റും തോരൻ. ഉപ്പിലിട്ട മാങ്ങ. പിന്നെ ഇന്ന് നമ്മുടെ മീൻകാരൻ ചേട്ടനൊന്നും വന്നില്ല, അത് കാരണം നല്ല മുള്ളം വറുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. മുളകും സവോളയൊക്കെ വഴറ്റി നല്ല ഉണക്ക മുള്ളം വറുത്തത് ഉണ്ടോ. പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയണ്ടേ? അങ്ങനെ ഇന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല വറുത്തരച്ച സാമ്പാർ. അങ്ങനെ നല്ല സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടുക്കാച്ചി പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ. നാടൻ കോഴിമുട്ട വറുത്തത്, മാങ്ങ ഉപ്പിലിട്ടത്, മുള്ളനും മുളകും സവോളയും കൂടെ വറുത്തത്, ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ, സാമ്പാർ വറുത്തരച്ചത്. അങ്ങനെ ചില ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പം, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും മിക്കവാറും. കാരണം എന്നറിയാമോ, നമ്മുടെ കയ്യിൽ ഇത്തിരി പൈസയൊക്കെ കുറഞ്ഞു എന്ന് വെച്ചോ, നമ്മൾ പുഴുവാണെന്ന് ഉള്ള ഒരു തോന്നൽ. നമ്മുടെ അടുത്ത് വരാൻ പോലും പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അവർക്ക് പറ്റില്ല. അഹങ്കാരം കാണിക്കുന്നവരുണ്ട്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ഒരു തോന്നൽ. ആ പുഴുവാണെന്ന് പറഞ്ഞ വ്യക്തികളെ കൊണ്ടുണ്ടല്ലോ, ഞാൻ പുഴുവൊന്നുമല്ല പൂമ്പാറ്റയാണെന്ന് ആരാധനയോടെ പറയിപ്പിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികാരം അതാ. അല്ലാതെ തോറ്റ് ജീവൻ ഒടുക്കാനും ഓടി മണ്ണെണ്ണ ഒഴിക്കാനും തൂങ്ങിച്ചാകാനും ഒന്നും പോകുന്നത് ഒന്നിനൊരു കാരണമല്ല. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഞാനൊരു പൂമ്പാറ്റയാണ് പുഴുവല്ല എന്ന് ഞാനൊരു റൂമിനുള്ളിൽ കയറിയിട്ട് മിക്കവാറും ഒരു 10 തവണയെങ്കിലും എന്നോട് തന്നെ പറയാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ മനസ്സിലെ സങ്കടം ഒന്ന് മാറാനായിട്ട് ആരോടും പറയാനില്ലെങ്കിലും നമുക്ക് തന്നെത്താൻ പറയാമല്ലോ. അപ്പോൾ ആ സങ്കടമൊക്കെ മാറുമെന്നേ. അപ്പം നമുക്ക് ജീവിച്ച് കാണിക്കണമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മുന്നിൽ തന്നെ വരും.